അതീവ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് അർജുനെ തിരികെ കിട്ടേണ്ടതുണ്ട്. ഇന്ന് ഈ 10ാം നാൾ തെരച്ചിൽ നടക്കുമ്പോൾ എന്താണ് ദൗത്യ സംഘത്തിന് മുൻപിലുള്ള ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ നോക്കൂ, ഇതാണ് നീണ്ടു നിവർന്നു കിടക്കുന്ന കുത്തിയൊലിക്കുന്ന ഗംഗാവലി പുഴ. ഈ പുഴയ്ക്കകത്താണ് അർജുൻ എന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ആ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്ന എവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇത് ദേശീയപാത. ഇവിടെ നിന്നും 20 മീറ്റർ അകലെയായിട്ടാണ് ഈ ട്രക്കിന്റെ സ്ഥാനം ഉള്ളത്. ഒപ്പം തന്നെ 15 മീറ്റർ ഗംഗാവലി പുഴയിലെ 15 മീറ്ററോളം ആഴത്തിലാണ് ഈ ട്രക്കെന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വസ്തു. ട്രക്കെന്നാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്, അത് മാറിയേക്കാം. ആ വസ്തു എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത് അത് അർജുന്റെ ട്രക്ക് തന്നെയാണോ അതോ മറ്റേതെങ്കിലും ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് അർജുന്റെ ട്രക്ക് തന്നെയാണെങ്കിൽ എന്തായാലും ഇന്നത്തെ ഈ ദൗത്യം നടക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും പ്രഥമ പരിഗണന എന്ന് പറയുന്നത് അർജുനെ അവിടെ നിന്നും പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. 10 ദിവസമായി അർജുൻ ആണെങ്കിൽ, ഈ വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ 10 ദിവസമായി അർജുൻ ഇതിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ട്രക്കിൽ നിന്നും അർജുനെ, അതായത് ഭാരത് ബെൻസിന്റെ ഈ ട്രക്കിൽ നിന്നും ഈ ക്യാബിൻ തുറന്ന് ഇതിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അർജുനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് നേവിയുടെ തീർത്തും വിദഗ്ധരായിട്ടുള്ള സ്കൂബ ഡൈവിംഗ് ടീം അവർ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അവരെത്തിയിട്ടാണ് ആദ്യം ഈ ക്യാബിൻ തുറക്കുന്നു, അർജുൻ ഉണ്ടോ എന്ന് നോക്കുന്നു. ശേഷം അർജുനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം, അർജുനെ അവിടെ നിന്ന് പൊക്കി മുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നടക്കാൻ പോകുന്നത്. പക്ഷേ ദൗത്യത്തെ ശ്രമകരമാക്കുന്നത് ഇവിടെയുള്ള ആഴമാണ്, പരപ്പാണ്, കുത്തിയൊലിക്കുകയാണ്. വീണ്ടും അതായത് ദൗത്യ സംഘം തന്നെ പറയുന്നത് 20 മീറ്റർ 15 മീറ്റർ എന്ന് പറയുന്ന ഈ ആഴവും അകലവും എന്ന് പറയുന്നത് നിലവിൽ ഇന്നലെ ഈ സോണാർ സിഗ്നൽ ലഭിച്ച സമയത്ത് ഉണ്ടാകുന്നതാണ്. വീണ്ടും ഒഴുക്ക് കൂടുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിലും ആഴത്തിലേക്ക് പുഴയുടെ ആഴം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം തന്നെ ഇവിടെ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരിക്കും. ഇവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തീർത്തും ശ്രമകരമാണ്. ഒപ്പം തന്നെ ഇവിടെ മറ്റ് മരങ്ങളും മറ്റു പല സാധനങ്ങളും വീടുകൾ ഉൾപ്പെടെ ഒഴുകുവാൻ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് വേണം ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായിട്ടുള്ള ദൗത്യം. അതിനായിട്ട് നിലവിൽ ഉള്ള ഒരു സജ്ജീകരണങ്ങൾ, ഈ ദൗത്യത്തിനായിട്ട് അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, പല സേനകൾ, ദുരന്ത നിവാരണ സേന, വ്യോമസേന, ഒപ്പം തന്നെ നാവികസേന, കരസേന, ഇങ്ങനെ എല്ലാവരും ഒന്നു ചേർന്നിട്ടാണ് ഈ രക്ഷാദൗത്യം നടക്കുന്നത്. അപ്പോൾ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഇവിടെ ഡ്രോണുകൾ എത്തും. ഡ്രോണുകൾ രാവിലെ മുതൽ ഇവിടെ നിരീക്ഷണം തുടങ്ങും. ഒപ്പം തന്നെ ക്രെയിനുകൾ ഇന്നലെ രാത്രി മുതൽ എത്തിച്ചിട്ടുണ്ട്. ക്രെയിനുകളുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും ഇനി കൂടുതൽ മണ്ണ് എടുത്തു മാറ്റേണ്ടതുണ്ട്. ഇവിടെയൊക്കെ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഈ മണ്ണൊക്കെ എടുത്തു മാറ്റേണ്ട ശ്രമമുണ്ട്, അത് നടക്കും. ഒപ്പം തന്നെ വലിയ മണ്ണുമാന്തി യന്ത്രം കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചിരുന്നു. ആ രീതിയിലുള്ള തെരച്ചിൽ, മണ്ണ് മാന്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ടീം, ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക ടീമും എത്തുന്നുണ്ട്. ആ ടീമിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ ഈ ആക്ഷൻ പ്ലാൻ നടക്കാൻ പോകുന്നത്. പക്ഷേ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിന്നാൽ പോലും ആഴ്ന്നു പോകുന്ന തരത്തിലാണ് ഇവിടെയൊക്കെ ചെളിയുള്ളത്. ചെളിക്കൂനകൾ എന്ന് പറയാം, അതുപോലെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർക്കും മറ്റുള്ളവർക്കൊക്കെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തീവ്ര പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കും ഇങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. അപ്പോൾ എന്ത് സംവിധാനം ഉപയോഗിച്ചും അർജുനെ എത്രയും പെട്ടെന്ന്, ഇതിനകത്ത് അർജുനുണ്ടെങ്കിൽ ആദ്യം അർജുനെ എത്തിക്കുക, അതിനുശേഷം മാത്രമായിരിക്കും ട്രക്ക് എത്തിക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ആക്ഷനിലേക്ക് ദൗത്യ സംഘം നീങ്ങാൻ പോകുന്നത്.